അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മൂത്രപ്പഴുപ്പിനും അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിന് ചില ഒറ്റമൂലി പ്രയോഗങ്ങളുമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം മൂത്രപ്പഴുപ്പിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ മാർഗമാണ് നാടൻ ചെമ്പരത്തി. നാടൻ ചെമ്പരത്തി പൂവ്, അത് 5 എണ്ണം. നാടൻ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ 5 ഇതളുകളുള്ള ചെമ്പരത്തിയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അഥവാ ഔഷധത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ചെമ്പരത്തി. അങ്ങനെ 5 നാടൻ ചെമ്പരത്തി പൂവ്. അതുപോലെ ശതാവരിക്കിഴങ്ങ്. ഈ ശതാവരിക്കിഴങ്ങ് അതിൻ്റെ പുറത്തെ പാടയും ഉള്ളിലെ നാരും കളയണം. അങ്ങനെ 2 കഴഞ്ച്. പിന്നെ അതുപോലെ ഞെരിഞ്ഞിൽ 2 കഴഞ്ച്. ഇവ നന്നായി ചതച്ച് കിഴികെട്ടി പശുവിൻ പാലിൽ ഇട്ട് നന്നായി കാച്ചി രാവിലെയും വൈകുന്നേരവും കുടിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ മൂത്രപ്പഴുപ്പിന് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ്. അത് ഏകദേശം 7ഓളം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റമൂലി: തൊട്ടാവാടി, സമൂലം വെണ്ണ പോലെ നന്നായി അരച്ച് പശുവിൻ വെണ്ണയിൽ സേവിക്കുക. എന്നാൽ പ്രമേഹ രോഗികൾക്ക് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ 2ാമത്തെ കാര്യം മാവിൻ്റെ തളിര് ഇല. അത് നന്നായി ഉണക്കിപ്പൊടിച്ച് കഴിക്കുക. അതിൽ 3ാമത്തത് പാടക്കിഴങ്ങ്, വിഴാലരി, അതുപോലെ കൊടുത്തുവ വേര്, നീർമരുതിൻ തൊലി എന്നിവ സമം കഷായം വെച്ച് തേൻ ചേർത്ത് സേവിച്ചാലും പ്രമേഹ രോഗികൾക്ക് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതുപോലെ മറ്റൊന്ന് മുരിക്കിൻ തൊലി കഷായത്തിൽ തേൻ ചേർത്ത് കഴിക്കുക. അതുപോലെ 5ാമത്തെ കാര്യം ഗ്രാമ്പുവിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് 1/2 ഗ്ലാസ് വാഴപ്പിണ്ടി നീരിൽ 5 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുക. എന്നാലും പ്രമേഹ രോഗത്തിന് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് ഞാവൽ കുരു. ഞാവൽ പഴത്തിൻ്റെ ആ കുരു അത് നന്നായി ഉണക്കിപ്പൊടിച്ച് 2 ഗ്രാം വീതം ദിവസവും 3 നേരം കഴിക്കുക. ഇത് പ്രമേഹത്തിന് വളരെ ഫലപ്രദമാണ്. അവ ഏകദേശം 7ഓളം കാര്യങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളായി ഞാൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഈ 7 നിന്ന് ഏതെങ്കിലും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ. അതുപോലെ വിദേശ നാടുകളിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവർ, നമ്മുടെ നാട്ടിലും ജോലി ചെയ്യുന്നവർ, അവരിലെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.